ഓം ശാന്തി. ആത്മീയ തീർത്ഥാടനത്തിൻ്റെ 9ാമത്തെ പടിയിലാണല്ലോ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. 8 പടിയും എല്ലാവരും കയറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് സന്ധ്യാവന്ദനം എന്ന സർവശ്രേഷ്ഠമായ സാധനയിലേക്ക് കടക്കാം. എല്ലാ ദിവസവും വിളക്ക് വയ്ക്കുന്ന സമയം വൈകുന്നേരം 6:30-നും 7:30-നും ഇടയിലുള്ള സമയം. എല്ലാവരും അവനവൻ്റെ വീട്ടിൽ അത് വിളക്ക് തെളിയിച്ചിട്ടോ മെഴുകുതിരി തെളിയിച്ചിട്ടോ ഏതെങ്കിലും ഒരു സാധനാക്രമത്തിലൂടെ ഭജനയോ പ്രാർത്ഥനയോ നമസ്കാരമോ ധ്യാനമോ ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് വേണ്ടി ആ സമയം മാറ്റിവെക്കാറുണ്ടല്ലോ. അയ്യപ്പ സീസണിൽ തീർച്ചയായിട്ടും മാലയിട്ട് കഴിഞ്ഞാൽ എല്ലാവരും എത്ര ജോലി തിരക്കാണെങ്കിലും വൈകിട്ട് വരെ എത്ര ശാരീരിക അധ്വാനങ്ങൾ ചെയ്ത് ക്ഷീണിച്ചാലും വൈകുന്നേരം ഓടിപ്പോയി കുളിച്ച് തയ്യാറായിട്ട് ഒന്നുകിൽ വീട്ടിലെല്ലാവരും ചേർന്ന് ഭജന അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് ഓടിപ്പോയി അവിടെ ഭജനയിലും ദീപാരാധനയിലും പങ്കെടുക്കാറുണ്ടല്ലോ അല്ലേ. ഇത് നമ്മുടെ ജീവിതത്തിൽ മാലയിട്ടിട്ടുള്ള സമയത്ത് മാത്രമല്ല, മാലയിട്ടവരും മാത്രമല്ല, ഈ മണ്ഡലകാലത്തിൽ മാത്രമല്ല, ഇന്നു മുതൽ നമുക്കെല്ലാവർക്കും ഒരു ദൃഢസങ്കല്പത്തിൻ്റെ വ്രതം എടുക്കാം. എല്ലാ ദിവസവും അവരവരുടെ വീട്ടിൽ വിളക്ക് വയ്ക്കുന്ന സമയം കുടുംബസമേതം അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും മക്കളും പേരമക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈശ്വര ധ്യാനത്തിൽ മുഴുകാം. ദീപാരാധന വേള എന്നല്ലേ പറയണേ. എൻ്റെ അർത്ഥം എന്താണ്? ഈ ശരീരമാകുന്ന വിളക്കിൽ ആത്മദീപം തെളിയിക്കാനും ആത്മാവാകുന്ന ഈ ദീപത്തിന് പരമാത്മദീപത്തെ ഓർമ്മിക്കാനുള്ള സമയമാണ്. അതുകൊണ്ടാണ് സന്ധ്യാവന്ദനം. ആരെ വന്ദിക്കാൻ? ടി വി വന്ദിക്കാനോ ഫോണിനെ വന്ദിക്കാനോ നമുക്ക് പരസ്പരം വന്ദിക്കാനുള്ള സമയമല്ല. ശബ്ദകോലാഹലങ്ങളുടെ സമയമല്ല. അതുകൊണ്ട് ന്യൂസ് വയ്ക്കുക, സീരിയൽ കാണുക, ഇതൊന്നും നമ്മൾ സന്ധ്യ സമയത്ത് ചെയ്യാതിരുന്നാൽ വളരെ നല്ലതാണ്. ഇന്നു മുതൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പും കൂടി കയറാം. തയ്യാറല്ലേ എല്ലാവരും? ഒരു നല്ല ദൃഢസങ്കല്പം വ്രതം പോലെ എടുക്കാം. കുടുംബസമേതം സന്ധ്യാസമയത്ത് ഒരു 15 മിനിറ്റ് സമയമെങ്കിലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിലോ ധ്യാനത്തിലോ മുഴുകാം. സന്ധ്യാവന്ദന വേളയിൽ ടി വിയും കമ്പ്യൂട്ടറും ഫോണും ഒരു തരത്തിലുള്ള ഈവൻ അടുക്കളയിലെ പണികൾ പോലും ആ സമയത്ത് ചെയ്യില്ല. 6 മണിക്ക് മുമ്പേ എല്ലാ പണികളും നമുക്ക് തീർക്കാം. ശബ്ദകോലാഹലങ്ങളൊന്നും സന്ധ്യാസമയത്ത് വേണ്ട. 15 മിനിറ്റ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ധ്യാനത്തിലോ പ്രാർത്ഥനയിലോ ഒന്നുകിൽ അവരവരുടെ വീട്ടിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത് ക്ഷേത്രമുണ്ടെങ്കിൽ പോയി ദീപാരാധന തൊഴാം. ഏതെങ്കിലും ഒരു ആത്മീയ കേന്ദ്രത്തിൽ ധ്യാനത്തിൽ മുഴുകാം. ഏതാണോ അവരവർക്ക് ഏറ്റവും സൗകര്യമെന്ന് തോന്നുന്നത് അത് ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യാൻ പ്രഭാതം പോലെ ഏറ്റവും നല്ല സമയമാണ് ഈ സന്ധ്യാസമയം. അതുകൊണ്ട് നമുക്കേവർക്കും ദീപാരാധന വേള, സന്ധ്യാവന്ദന വേള ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സദാകാലത്തേക്കുള്ള ഒരു നല്ല ദിനചര്യയാക്കി മാറ്റാം. ധ്യാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സമീപത്തുള്ള ബ്രഹ്മകുമാരീസിൻ്റെ രാജുക മെഡിറ്റേഷൻ കേന്ദ്രത്തിൽ എവിടെ പോയാലും ധ്യാനം ചെയ്യാൻ പഠിക്കും. ധ്യാനം ചെയ്യുമ്പോഴെന്താ ഗുണം? നമ്മൾ സൈലൻസിലേക്ക് പോകും. ശക്തി നമുക്ക് ആർജിക്കാനാകും. മനസ്സ് ശാന്തമാക്കും. പഠിക്കാനുള്ളവർക്കാണെങ്കിൽ കുട്ടികൾക്കെല്ലാം മെഡിറ്റേഷൻ ചെയ്തിട്ടിരുന്ന് പഠിക്കുകയാണെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ കൂടും. കുറച്ച് സമയത്തിൽ കൂടുതൽ പഠിക്കാൻ പറ്റും. ഇന്നു മുതൽ ബാക്കി ആരേത് ജോലി ചെയ്യുന്നവരാണെങ്കിലും അടുക്കളയിലെ ജോലിയാകട്ടെ ഓഫീസ് ജോലിയാകട്ടെ ഏത് ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ കോൺസെൻട്രേഷൻ നന്നായിട്ടുണ്ടാവും.
ഫുൾ ഡേ നമ്മൾ ബാറ്ററി ഉപയോഗിച്ച് രാവിലെ മുതൽ ചിന്തിക്കാനും സംസാരിക്കാനും കാര്യവ്യവഹാരങ്ങൾക്കും വേണ്ടി നമ്മുടെ ശക്തി ഉപയോഗിക്കുകയല്ലേ. വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ ചാർജ് കുറഞ്ഞിരിക്കുകയാണ്. ശരീരത്തിൻ്റെ ക്ഷീണം പോലെ മനസ്സിനും ക്ഷീണം ബാധിക്കുകയാണ്. ശരീരത്തിൻ്റെ ക്ഷീണം അകറ്റാൻ നമ്മൾ റെസ്റ്റ് എടുക്കും, ഉറങ്ങാൻ പോകും. മനസ്സിൻ്റെ ക്ഷീണം അകറ്റാൻ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും. മെഡിറ്റേറ്റ് ചെയ്ത് മനസ്സിനെ റിലാക്സ് ചെയ്ത് ഭാരരഹിതമാക്കിയിട്ട് ബാറ്ററി ചാർജ് ചെയ്തിട്ട് ഉറങ്ങാൻ കിടന്ന് നോക്കും. ഉറക്കവും നമുക്ക് സുഖകരമായി മാറും. അതുകൊണ്ട് ഇന്നു മുതൽ സന്ധ്യാവന്ദന ധ്യാനം നമുക്ക് ആരംഭിക്കാം. മനസ്സിൽ സങ്കല്പം എടുക്കാം. ശ്രദ്ധയെ പുരികമധ്യത്തിലേക്ക് കൊണ്ടുവരൂ. ശാന്തമായ ഒരു ചൈതന്യ ശക്തിയാണ് ഞാൻ. ശാന്തിയുടെ പ്രകാശം പരത്തുന്ന ശക്തിശാലിയായ ആത്മസ്വരൂപമാണ് ഞാൻ. ശാന്തിയുടെ കടലായ സർവശക്തിവാനിൽ നിന്ന് ശാന്തിയുടെ കിരണങ്ങൾ മനസ്സിൽ നിറയുകയാണ്. ശരീരമാസകലം ഈശ്വരീയ ശക്തിയുടെ കരണ്ട് നിറയുന്നു. ഭഗവാന്റെ ചൈതന്യം ഭവനം മുഴുവൻ നിറയുകയാണ്. സർവ്വ കുടുംബാംഗങ്ങളുടെയും മനസ്സും ശരീരവും ഈശ്വരീയ ശക്തി കൊണ്ട് നിറഞ്ഞ് സർവർക്കും മംഗളമുണ്ടാകട്ടെ. പരമാത്മ ചൈതന്യം ഈ അന്തരീക്ഷത്തിൽ കൂടി ഭൂമിയിലെമ്പാടും സഞ്ചരിച്ച് ഈശ്വരീയ ശക്തികളുടെ കുടക്കീഴിനുള്ളിൽ സർവ്വ കുടുംബങ്ങളിലും എല്ലാ മനസ്സുകളിലും ശക്തി നിറയുകയാണ്. ഈശ്വരീയ ശക്തികളാൽ ചാർജ് ചെയ്യപ്പെടുകയാണ്. സർവർക്കും മംഗളമുണ്ടാകട്ടെ. ഓം ശാന്തി.